ഇന്നലെ നമ്മൾ കിടന്ന സ്ഥലം കേട്ടോ. ഇവിടെയാണ് നമ്മൾ ടെൻ്റൊക്കെ അടിച്ചത്. നമ്മൾ ലഗേജും കാര്യങ്ങളൊക്കെ കയറ്റി സെറ്റാക്കി ഇവിടെ ഇരുന്ന് നമ്മൾ ടെൻ്റൊക്കെ അടിച്ചിരുന്നത്. ഇനി നമ്മളെ കമ്പിയും കാര്യങ്ങളൊക്കെ എടുക്കാണ്ട് ഈ ഒരു ടർഫിലാട്ടോ നമ്മൾ ഇന്നലെ കയറിയ ബീച്ചിൻ്റെ ആ ഒരു സൈഡിൽ തന്നെയാണ് ഈ ഒരു ടർഫ് വരുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ സ്റ്റേ ചെയ്യാവുന്നതാണ് കേട്ടോ. അങ്ങനെ നമ്മൾ പയ്യാമ്പലം ബീച്ചിലുണ്ട്. ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു നല്ല വൃത്തിയാണെന്ന് അല്ലേ. ആ വൃത്തി ആരാണ് അത്രയും നല്ല അടിപൊളിയായിട്ട് വൃത്തിയാക്കുന്നത് വരാട്ടോ. ദാദാ വേറെ ചുമ്മാ കാണിക്കണം. നിങ്ങളെ പേര് പറഞ്ഞാണ് നിങ്ങളെ 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 ഒരാൾ കൂടി ഉണ്ട്. ഇവരാട്ടോ ഈ ഒരു സ്ഥലം ഇത്രയും നല്ല അടിപൊളിയായിട്ട് വൃത്തിയാക്കുന്നത്. ഇവർക്ക് ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കുക. അടിപൊളിയാണ്. ഒരു രക്ഷയില്ല. കണ്ണൂരിൽ നല്ല മൊഞ്ചിൽ കൊണ്ടു നടക്കുന്നവരാണ്. ഏകദേശം ഒരു 8 മണിക്കൊക്കെ വൃത്തിയാക്കൽ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 2-2.5 മണിക്കൂറൊക്കെ കഷ്ടപ്പെട്ട് വൃത്തിയാക്കണം കേട്ടോ ഇവിടെ കേട്ടോ. എന്നിട്ട് ഇവിടെ കുഴങ്ങി ഒരു വെയിലൊക്കെ ആയതുകൊണ്ട് വന്നിരിക്കുകയാണ് ഇവരെ. കുറേ നേരം സംസാരിച്ച് കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ച് എന്തായാലും സന്തോഷം കണ്ടത് അല്ലേ. ഒരു ഹായ് പറഞ്ഞോളൂ. ഞാൻ പോട്ടെ. ഓക്കെ. അപ്പോൾ പയ്യാമ്പലം ബീച്ചിൽ നിന്ന് വിട പറഞ്ഞ് നമ്മൾ നേരെ ഡ്രൈവ് ബീച്ചിലേക്കാണ് പോകുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ ഡെസ്റ്റിനേഷനിലെത്തി. വെൽക്കം ടു മുയിപ്പിലങ്ങാടി ബീച്ച്. എത്ര മണിക്കൂർ ടൈമില്ല? ഇതാ കേട്ടോ 20 രൂപയാണ് ടിക്കറ്റ് വരുന്നത്. പിന്നെ പ്രധാനമായിട്ടും ഇതിൽ കുറേ വാഹനങ്ങൾ വെള്ളത്തിൽ കൂടി ഓടിക്കാൻ പാടില്ല. ഇതാക്കണം പരമാവധി വേഗത 20 കിലോമീറ്റർ വേഗതയിൽ മാത്രമേ ഓടിക്കാൻ പറ്റുള്ളൂ കേട്ടോ. അതൊക്കെ ഈ ഒരു ടിക്കറ്റും ഉണ്ട്. ഇതാ കാറിന് എത്ര വരുന്നു? കാറിന് 40, ബൈക്കിന് 20 അല്ലേ. ഇതാണ് കാറിൻ്റെ കേട്ടോ. ഇതാക്കണം ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ ടിക്കറ്റിൽ തന്നെ. സ്പീഡ് ലിമിറ്റ് 20 കിലോമീറ്റർ, പരമാവധി വേഗത 20 കിലോമീറ്റർ വേഗതയിൽ മാത്രമേ ഓടിക്കാൻ പറ്റുള്ളൂ. ഓക്കെ. അപ്പോൾ നേരെ നമ്മൾ ബീച്ചിൽ ഇറക്കി നമ്മളെ വണ്ടി കേട്ടോ. ഞാൻ മുഖം കാണിച്ചിട്ട് പറഞ്ഞുതരാം എന്തൊക്കെയാണ് ഇതിൻ്റെ അവസ്ഥകൾ. എൻ്റെ മോനെ ജോതിപ്പൊളി. ഹായ്, പാലക്കയം തട്ടിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടു എന്ന് വിചാരിക്കുന്നു. 1,40,000 ബൾബുകൾ മല മുഴുവൻ വെച്ച് സെറ്റപ്പാക്കി രാത്രിയിൽ കത്തുന്ന കാഴ്ചകളൊക്കെ ഒരുപക്ഷെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. അത് കണ്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിൽ കമൻറ്റ് എഴുതിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത് മുഴിപ്പിലങ്ങാടി ബീച്ചാണ്. കണ്ണൂർ ജില്ലയിൽ ഏറ്റവും കൂടുതൽ നല്ല അടിപൊളി ഡെസ്റ്റിനേഷനാണ്. മാത്രമല്ല ഏഷ്യയിൽ തന്നെ നമ്പർ 1 ഡ്രൈവ് ബീച്ചായ നമ്മളെ കണ്ണൂർ ജില്ലയിലെ ഡ്രൈവ് ബീച്ച്. ഏകദേശം ഒരു 10 കിലോമീറ്റർ ഒരു കാണുന്ന ഈ ഒരു കടൽ തീരത്തിൽ കൂടി വണ്ടി ഓടിക്കുക എന്നുള്ളതൊരു ഹൈലൈറ്റാണ്. കേരളത്തിൽ തന്നെ ഇങ്ങനത്തെ ഒരു ബീച്ചില്ല. ഏഷ്യയിൽ തന്നെ നമ്പർ 1 ബീച്ചാണ് ഈ ഒരു മുഴിപ്പിലങ്ങാടി ബീച്ച്, ഡ്രൈവിംഗ് ബീച്ച് എന്ന് പറയുന്നത് കേട്ടോ. അവസാനം നമ്മളെ വണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട്. ഇന്ന് ഇവിടെ നമ്മൾ തിമിർത്താടും. കാരണം എന്താ വെച്ചാൽ ഒരു 10 കിലോമീറ്റർ നമ്മൾക്ക് ഈ ഒരു കടൽ തീരത്തു കൂടി ഡ്രൈവ് ചെയ്തിട്ട് അടിപൊളിയായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ഏകദേശം ഞാൻ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു 3 മണി ടൈമിലാണ്. എന്നിട്ട് തന്നെ അത്യാവശ്യം ആളുകളൊക്കെ ഉണ്ട് ഈ ഒരു ബീച്ചിലൂടെ. ഏകദേശം ഒരു 10 കിലോമീറ്റർ പരിധിയിലൊക്കെ ആയതുകൊണ്ട് കുറേ ആളുകൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്. കുറേ ആളുകൾ കാർ ഓടിക്കുന്നുണ്ട്, കുറേ ആളുകൾ ബൈക്ക് ഓടിക്കുന്നുണ്ട്. ഏകദേശം ഇങ്ങോട്ട് പ്രവേശിക്കാൻ ഏകദേശം റേറ്റ് വരുന്നത് ബൈക്കിനാണെങ്കിൽ 20 രൂപയും കാറിനാണെങ്കിൽ 40 രൂപയാണ്. പിന്നെ ഈ ഒരു ബീച്ചിലൂടെ പ്രധാനമായിട്ടും ഇങ്ങോട്ട് വരുന്നവരോട് പറയാനുള്ളത് 20 കിലോമീറ്റർ ആ ഒരു സ്പീഡിൽ മാത്രമേ ഓടിക്കാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞാൽ പോലീസിൻ്റെ ഇഷ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് കൃത്യമായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ. മാത്രമല്ല പിന്നെ ബീച്ചിൻ്റെ ഈ സൈഡിലൂടെ വണ്ടി ഓടിക്കുമ്പോൾ അപകടം പിടിച്ചതാണ് എന്ന് പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാവുന്നതേ ഉള്ളൂ. കാരണം എന്താ വെച്ചാൽ വണ്ടി സ്കിഡാകാനോ മറിയാനോ സാധ്യതയുണ്ട്. പിന്നെ കാറൊക്കെ ഓടിക്കുമ്പോൾ പ്രധാനമായിട്ടും പറയേണ്ടത് ഉപ്പുവെള്ളവും കാര്യങ്ങളൊക്കെ കയറി കഴിഞ്ഞാൽ അത് വലിയൊരു ഇഷ്യൂ ആവും. അപ്പോൾ വെള്ളം നനയാതെ ഓടിക്കാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ അടിപൊളിയാണ്. ഒരു 10 കിലോമീറ്റർ ഈ ഒരു പാതയിലൂടെ, ഈ ഒരു ബീച്ചിൻ്റെ ഈ സൈഡിലൂടെ നമുക്ക് ബുള്ളറ്റ് ഓടിക്കാം. ആ ഒരു ഷോട്ടുകളൊക്കെ കൃത്യമായിട്ട് കാണിക്കാം കേട്ടോ. സെറ്റ് പവർ പൊളി. സ്റ്റേഡിച്ച് നിൽക്കുക കാണാം. കാറുകൊണ്ട് അഭ്യാസം കളിക്കുന്നുണ്ടല്ലേ. അതാണ്. ഇനി നമുക്കൊന്ന് അഭ്യാസം കളിച്ച് നോക്കാം. ഇതാ കേട്ടോ, ഇതാണ് ഇത്രയും ദൂരം. എത്ര ദൂരമുണ്ട് നോക്കിക്കോളി.
പൊളിമാൻ അടിപൊളിയാട്ടോ, ഒരു രക്ഷയില്ല. ഒരുപാട് ആൾക്കാർ ഫുഡ് കഴിക്കുന്നു, അടിപൊളിയാണ്. ഈ ഒരു ഭാഗത്തൊക്കെ എത്തുമ്പോൾ കിട്ടില്ല കാഴ്ച കേട്ടോ. അടിപൊളി സീനറിയാണ് എൻ്റെ പൊന്നു മോനെ. ഈ ഒരു സംഭവം കണ്ടില്ലേ, ഇത് മറ്റേ തോണി ആ കടലിൽ കാക്കാൻ ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ്. 2 ടയറൊക്കെ അതിന് വെച്ചിട്ട് ഇങ്ങനെ ഉണ്ടി തള്ളി നീക്കും, കൊണ്ടുപോകും കടലിൽ കൊടുക്കുന്നത്. അടിപൊളിയാണ്, ഒരു രക്ഷയില്ല കേട്ടോ. സംഭവം പൊള്ളിയാണ്. ഇത് കൂടി ഡ്രൈവ് ചെയ്യാൻ കാറ് കൊണ്ട് ഒരു രക്ഷയില്ല, ബൈക്ക് കൊണ്ട് അതിലേറെ രക്ഷയില്ല. കാറ് കൊണ്ട് ഒന്നും കൂടി ഒരു സേഫ്റ്റിയാണ് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അടിപൊളിയാണ്, ഒരു രക്ഷയില്ല കേട്ടോ. പൊളി മാൻ. ഒരുപാട് ആളുകളുണ്ട് ഈ ഒരു ഭാഗത്ത്, ഏറ്റവും കൂടുതൽ ഈ ഒരു ഭാഗത്താണെന്ന് തോന്നുന്നുണ്ട്. പിന്നെ അതുപോലെ കമ്മ്യൂണിസ്റ്റിൻ്റെ ആ ഒരു ചിഹ്നം, കമ്മ്യൂണിസ്റ്റ് തന്നെ അല്ലേ എന്ന് പറയാൻ എനിക്കറിയില്ല. അരുവാൾ ചുറ്റിക്ക് നക്ഷത്രമൊക്കെ ഇവിടെ നിന്നാൽ നമുക്ക് കാണാം. ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ട് ഇവിടെ. അടിപൊളി. മറ്റൊരു ഐലൻഡ് ഉണ്ട് കേട്ടോ, അതിൻ്റെ പേരെന്താണെന്ന് വെച്ചാൽ എനിക്ക് ഓർമ്മയില്ല. ആ ഒരു ഭാഗത്ത് കാണാം. കിട്ടില്ല, സെറ്റപ്പാട്ടോ. പൊളി മാൻ, അടിപൊളി. ഇവിടെയാണ് അതിൻ്റെ എൻഡ് കേട്ടോ. നമ്മൾ കയറിയ ആ ഒരു ഭാഗത്ത് അതിൻ്റെ എൻട്രൻസ് വരുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ബൈക്കിനാണെങ്കിൽ 20 രൂപ, അതുപോലെ തന്നെ കാറിനാണെങ്കിൽ 40 രൂപ. എത്ര മണിക്കൂറാണെന്നില്ല, എത്ര വേണമെങ്കിലും ഇതിലൂടെ ഓടിക്കാമെന്നുള്ളത് ഒരു ഹൈലൈറ്റാണ്. അടിപൊളി ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ, ചെറുതായിട്ട് കൈക്കട്ട ചായയും കാര്യങ്ങളൊക്കെ കിട്ടും. ഒരുപാട് ആൾക്കാരുണ്ട് ഈ ഒരു ഇതിൽ തന്നെ, ഈ ഒരു ദിവസം തന്നെ. അടിപൊളി സെറ്റ്. അവിടെ കണ്ടത് പുതിയ ബൈക്കൊക്കെ എടുത്ത്, പുതിയ കാറൊക്കെ എടുത്ത് വന്ന് ഷൂട്ട് ചെയ്യണം. സെറ്റാട്ടെ. ഈ ഒരു കാർ നിൽക്കുന്നൊരു സീനറി ആലോചിച്ച് നോക്കുകയാണെങ്കിൽ കിട്ടില്ലല്ലേ. ഈ ഒരു കാർ നിൽക്കുന്നൊരു സീനറി ഒന്നൊക്കെ ഇങ്ങനെ ഷൂട്ട് ചെയ്യാം കേട്ടോ. അടിപൊളി സെറ്റ്. ഇങ്ങനെ ഷൂട്ട് ചെയ്ത് എങ്ങനെ ഉണ്ടാവും, പൊളിയാവൂലേ? അടിപൊളി. അപ്പോൾ ഡ്രൈവിങ് കഴിഞ്ഞു. ഡ്രൈവിങ് ഏകദേശം ഒരു 10 കിലോമീറ്ററൊക്കെ നമ്മൾ ഇത് കൂടി തന്നെ ഡ്രൈവ് ചെയ്തു. ചില ഷോട്ടുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക. മാത്രമല്ല കണ്ണൂരത്തെ കിടുക്കാച്ചി കിടിലം വീഡിയോകൾ വരും. അപ്പോൾ കാത്തിരിക്കാൻ സ്റ്റേ ചെയ്യാട്ടോ. അപ്പോൾ ഇവിടുത്തെ മനോഹരമായ കാഴ്ച കാണിച്ചു തന്നിട്ട് ഇപ്പോൾ നമ്മൾ നേരെ എങ്ങോട്ട് പോകാമെന്ന്, നമ്മൾ സ്റ്റേ അടിച്ചാൽ പോവുകയാണ്. എവിടെയെങ്കിലൊക്കെ സ്റ്റേ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. സ്റ്റേ ചെയ്ത് കേട്ടോ, കട്ടക്കേക്ക്. ഓക്കെ, കാണാം.